ഈ പാതിരാക്ക് വഴിയിൽ മൂടി പുതച്ച് കിടക്കുന്ന നിങ്ങൾ ആരാണ്? ഞാനൊരു ഭിക്ഷുവാണ്. ഞാൻ കിടന്നുകൊണ്ട് ധ്യാനിക്കുകയാണ്. ശല്യപ്പെടുത്താതെ പൊയ്ക്കോ. നിങ്ങളുടെ കൂർക്കം വലി ഞമ്മളെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. ഇനി ഒഴിഞ്ഞു പോലും മുന്നോട്ടു പോകാൻ ഞമ്മക്ക് സാധിക്കില്ല. ശരി, ഇന്നു രാത്രി താങ്കൾ എന്നോടൊപ്പം കഴിഞ്ഞോളൂ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പക്ഷേ രാത്രി മുഴുവൻ ഞാൻ ധ്യാനിക്കും. എന്നെ ശല്യപ്പെടുത്തരുത്. ഏയ് ഏയ്, എനക്ക് വല്ലാത്ത ദാഹം. വൈറ്റ് നടന്നതല്ലേ, എവിടെയെങ്കിലും നിന്ന് ഇത്തിരി വെള്ളം എനക്ക് വേണം. ദൂരെ ചെറിയൊരു അരുവിയുണ്ട്. അവിടെ പോയി വെള്ളം കുടിച്ചോളൂ. നല്ല തെളിവെള്ളമാ. എനക്ക് ഒറ്റക്ക് പോകാൻ പേടിയാ, നല്ല ദാഹവുമുണ്ട്. എങ്കിൽ ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. ഒരാളുടെ ദാഹം തീർത്താൽ സ്വർഗത്തിലേക്കുള്ള ദൂരം അത്രയും കുറഞ്ഞു കിട്ടും. ഏയ് ഏയ്, എണീക്കൂ എണീക്കൂ. ഞാൻ താങ്കൾക്ക് വെള്ളമെടുക്കാൻ പോയ ഭിക്ഷുവാണ്. മനസ്സിലായില്ലേ? ഏതു ഭിക്ഷു, ഏത് വെള്ളം? ശല്യപ്പെടുത്താതെ പോകും. മുല്ല, ആ കഴുത എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മുല്ലയുള്ളപ്പോ കഴുതയുടെ കാര്യമില്ലല്ലോ. കഴുതയെ വിൽക്കണം. തീരെ ചുമടെടുക്കുന്നില്ല. തന്നെയുമല്ല ഭയങ്കര തീറ്റയും. ഓ, മുല്ലയോടൊപ്പം നടന്ന് മുല്ലയുടെ സ്വഭാവം തന്നെ കഴുതയ്ക്കും കിട്ടി. കഴുതയാകുമ്പോ വിൽക്കാം. പക്ഷേ ഈ പാവം മുല്ലയെ എന്ത് ചെയ്യും? ആ കഴുതയെ ഞാൻ വിലക്ക് വാങ്ങാം, പോരെ? മുല്ല പിന്നെ സ്വതന്ത്രനായി. നല്ല കാര്യം. എനക്ക് ഈ കഴുതയെ വിൽക്കാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. എങ്കിലും താങ്കളുടെ ആഗ്രഹമല്ലേ? 50 സ്വർണ്ണ നാണയങ്ങൾക്ക് കഴുതയെ ഞാൻ തരാം. ഒരു ചുമട് പോലും എടുക്കാത്ത കഴുതയ്ക്ക് 50 സ്വർണ്ണ നാണയമോ? ഒരിക്കൽ ഈ കഴുത നന്നായി ചുമടെടുത്ത കാര്യം വിൽക്കുന്ന നേരം നമ്മൾ മറക്കരുതല്ലോ.